ചുരുക്കി പറഞ്ഞാൽ എ സി ഓഫ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓഫ് ചെയ്താലുള്ള ഗുണം എന്താണെന്ന് പറഞ്ഞാൽ ബ്ലോവർ വാഹനം സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് എ സി ഹെഡ്ലൈറ്റ് ബ്ലോവർ യൂണിറ്റ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഓഫ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഇപ്പോഴും എനിക്കറിയാവുന്ന പലരും ഉണ്ട് എ സി സ്വിച്ച് ഓഫ് ചെയ്തതിന് ശേഷം മാത്രം വാഹനം സ്റ്റാർട്ട് ചെയ്യാറുള്ളൂ. എന്നാൽ ഇങ്ങനെ ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഹായ് നമസ്കാരം, ഞാൻ രാകേഷ് എം ജി ടിപ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. ആദ്യം തന്നെ ഞാൻ പറയുന്നൊരു കാര്യം, ECM അഥവാ എൻജിൻ കൺട്രോൾ മൊഡ്യൂൾ ഇറങ്ങിയതിന് ശേഷം തൊട്ടുള്ള വാഹനങ്ങൾക്ക് ഈ പറഞ്ഞൊരു കാര്യം, അതായത് എ സിയുടെ സ്വിച്ച് നമ്മൾ ഓഫ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. പക്ഷേ ഹെഡ്ലൈറ്റ്, ബ്ലോവർ സ്വിച്ച് ഇങ്ങനത്തെയൊക്കെ ഓഫ് ചെയ്തിരുന്നുണ്ട് വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. നല്ലതാണ്, ഞാൻ റെക്കമെൻഡ് ചെയ്യും. ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല, പക്ഷേ ഹെഡ്ലൈറ്റ് ഓഫ് ചെയ്തോണം. കാരണം ഹെഡ്ലൈറ്റ് കൂടുതൽ കറണ്ട് കൺസ്യൂം ചെയ്യും. ചില വാഹനങ്ങളിൽ സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം മാത്രം ഹെഡ്ലൈറ്റ് ഓൺ ആകാറുള്ളൂ. എന്നാൽ ചില വാഹനങ്ങളിൽ ഹെഡ്ലൈറ്റിൻ്റെ സ്വിച്ച് ഇട്ട് കഴിഞ്ഞാൽ അന്നേരം ഓൺ ആകാറുണ്ട്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എൻജിൻ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി ബാറ്ററി തന്നെയാണ് കൺസ്യൂം ചെയ്യുന്നത്. അതായത് നമ്മുടെ വാഹനത്തിൽ ഈ വരുന്ന ഒരു ബാറ്ററി തന്നെയാണ് കൺസ്യൂം ചെയ്യുന്നത്. അപ്പം ഈ ഒരു ബാറ്ററി കൺസ്യൂം ചെയ്ത് എൻജിൻ സ്റ്റാർട്ടാകുന്ന സമയത്ത് വേറെ ലോഡുകൾ എടുക്കുകയാണെങ്കിൽ, അതായത് ഇപ്പോൾ ഒരു ബ്ലോവർ മോട്ടർ വർക്ക് ചെയ്യുന്നുണ്ട്, ഹെഡ്ലൈറ്റ് വർക്ക് ചെയ്യുന്നുണ്ട്, ഇതിലോട്ടെല്ലാം കറണ്ട് കൺസ്യൂം ചെയ്യുന്നത് ഈ ഒരു ബാറ്ററി തന്നെയാണ്. കാരണം ഈ വാഹനത്തിൻ്റെ പവർ സോഴ്സ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ബാറ്ററി തന്നെയാണ്. അതുകൊണ്ട് ഈ ബാറ്ററിയിൽ നിന്ന് തന്നെയാണ് കറണ്ട് കൺസ്യൂം ചെയ്യുന്നത്. നമ്മൾ എപ്പോഴും ചെയ്യേണ്ട ഒരു കാര്യം, വാഹനം സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഹെഡ്ലൈറ്റ്, ബ്ലോവർ രണ്ടും ഓഫ് ചെയ്തിട്ട് വേണം. എ സി സ്വിച്ച് ഓഫ് ചെയ്തതിനോട് ഞാൻ ഒട്ടും തന്നെ യോജിക്കുന്നില്ല. ബ്ലോവർ എന്തുകൊണ്ട് ഓഫ് ചെയ്യാൻ പറഞ്ഞെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ബ്ലോവർ ഇഗ്നിഷൻ ഓൺ ചെയ്യുമ്പോഴത്തേക്കും വർക്കാകും. അങ്ങനെ വർക്കാകുന്ന സമയത്ത് കറണ്ട് കുറച്ച് കൂടുതൽ കൺസ്യൂം ചെയ്യും എന്നുള്ളത് കൊണ്ട് മാത്രം ഞാൻ പറഞ്ഞതേ ഉള്ളൂ. പക്ഷേ എ സി സ്വിച്ച് ഓഫ് ചെയ്തില്ലെങ്കിൽ ഒരു കുഴപ്പമില്ല. കാരണം എ സി വാഹനം സ്റ്റാർട്ടായതിനു ശേഷം മാത്രം എ സി കംപ്രസർ പിടിക്കത്തുള്ളൂ, അന്നേരെ ലോഡ് എടുക്കത്തുള്ളൂ. അപ്പം ചുരുക്കി പറഞ്ഞാൽ എ സി ഓഫ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഓഫ് ചെയ്താലുള്ള ഗുണം എന്താണെന്ന് പറഞ്ഞാൽ, ബ്ലോവർ ഫാന് ഓഫാണെങ്കിൽ, അതായത് വാഹനത്തിൻ്റെ ബ്ലോവർ ഫാൻ കറങ്ങുന്നതിനനുസരിച്ച് ബാറ്ററി കൺസ്യൂം ചെയ്യും. ഇഗ്നിഷൻ ഓൺ ആക്കി ഇടുന്ന സമയത്ത് പലരും ചെയ്യുന്നൊരു വലിയ തെറ്റാണ്, കുറച്ച് നേരം വർത്താനൊക്കെ പറഞ്ഞിരുന്നതിന് ശേഷം സ്റ്റാർട്ട് ചെയ്യും. വാഹനം സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി കയറി കഴിയുമ്പോഴത്തേക്കും ഇഗ്നിഷൻ ഓണാക്കി മിനിമം ഒരു 30 സെക്കൻഡ് വെയിറ്റ് ചെയ്യുന്നുണ്ട്, ഒരു കുഴപ്പമില്ല. പക്ഷേ ഇഗ്നിഷൻ ഓൺ ആക്കിയിട്ടുകൊണ്ട് ഒരു ഏകദേശം 1 മിനിറ്റോ 2 മിനിറ്റോ അല്ലെങ്കിൽ 3 മിനിറ്റോ അങ്ങനെ ഇരിക്കുന്നത് തെറ്റായൊരു രീതിയാണ്. ഞാൻ ജസ്റ്റ് ഒന്ന് വാഹനത്തിനകത്ത് കയറി ഒന്ന് കാണിച്ചു തരാം. അതായത് ഞാനിപ്പോൾ ഈ വാഹനത്തിൽ കയറി ഇഗ്നിഷൻ ഓൺ ആയി കഴിയുമ്പോഴത്തേക്ക് മീറ്ററിലെ ലൈറ്റും കാര്യങ്ങളെല്ലാം കത്തി, ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റം ഓണാണ്. ഇപ്പം ബ്ലോവർ ഫാൻ വർക്ക് ചെയ്യുന്നുണ്ട്. എ സി ഞാനിപ്പം ഓഫ് ചെയ്തിടാം. ഇപ്പോൾ എ സി ഓഫാണ്, പക്ഷേ ബ്ലോവർ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് കാറ്റ് വരുന്നത്. ഇത് ഫുള്ള് ലോ 1. അപ്പം ഇങ്ങനെ ഈ ഒരു ബ്ലോവർ വർക്ക് ചെയ്യുന്ന സമയത്ത് നമ്മുടെ വാഹനത്തിൻ്റെ ബാറ്ററി തന്നെയാണ് കൺസ്യൂം ചെയ്യുന്നത്. അപ്പം ആ ബാറ്ററി കൺസ്യൂം ചെയ്യുന്ന സമയത്ത് എന്താണ് സംഭവിക്കുന്നത്? സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കറണ്ട് എടുക്കുന്നതിൻ്റെ അതേ സെയിം യൂണിറ്റിൽ നിന്ന് തന്നെയാണ് ഈ കറണ്ട് എടുക്കുന്നത്. അതുകൊണ്ട് പുതിയ വാഹനമാണ്, നമ്മുടെ വാഹനം ഏകദേശം ഒരു 2 വർഷമൊക്കെ ആയിട്ടുള്ളെങ്കിൽ ഒരു പ്രശ്നവും കാണിക്കില്ല. പക്ഷേ ഒരു 3 വർഷത്തിനപ്പുറം തൊട്ട് എന്താണ് സംഭവിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, ബാറ്ററിയിൽ നിന്ന് കൺസപ്ഷൻ വരുന്നുള്ളതുകൊണ്ട് സ്റ്റാർട്ട് ചെയ്യാനുള്ള ഡിലേ വരും. സ്റ്റാർട്ടർ മോട്ടറിന് കംപ്ലയിൻറ്റ് വരാനുള്ള ചാൻസസ് കൂടുതലാണ്. ബാറ്ററി പെട്ടെന്ന് കംപ്ലയിൻ്റ് ആവാനുള്ള ചാൻസസ് കൂടുതലാണ്. അതുകൊണ്ടാണ് ഈ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക. എപ്പോഴും വാഹനത്തിൽ കയറി കഴിയുമ്പോൾ ബ്ലോവർ ഓഫ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്യുന്നത് നല്ലതാണെന്ന് മാത്രമേ ഉള്ളൂ. ഇനി ഓണാക്കിയിട്ട് സ്റ്റാർട്ട് ചെയ്യുമെന്ന് പറഞ്ഞാലും പേടിക്കേണ്ട കാര്യമില്ല. എൻ്റെ ഒരു സജഷൻ ഞാൻ പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. ഹെഡ്ലൈറ്റ് ഓണാക്കിയിട്ടുണ്ടെങ്കിൽ അത് ഓഫ് ചെയ്യുക, പാർക്ക് ലൈറ്റ്സ് ഉണ്ടെങ്കിൽ അത് ഓഫ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ എ സിയുടെ ഫാൻ ഓഫ് ചെയ്തിട്ടതിന് ശേഷം സ്റ്റാർട്ട് ചെയ്യുന്നതാണ് നല്ലതെന്ന് ഞാൻ പറയും. ഇവിടെ ഒരു ഓഫ് എന്ന് പറഞ്ഞൊരു ബട്ടണുണ്ട്. ഈ ഒരു ബട്ടൺ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ എ സി ഫുള്ളായിട്ട് ഓഫായിട്ടുണ്ട്. ഈ ഒരു കണ്ടീഷനിൽ ഞാൻ ഇരുന്നാലും അധികം കറണ്ട് കൺസ്യൂം ചെയ്യത്തില്ല. പക്ഷേ ഒരുപാട് നേരം ഇരുന്നിട്ടുണ്ടെങ്കിൽ ബാറ്ററി ഡൗൺ ആവും. കാരണം ഇതിൻ്റെ ഇഗ്നിഷൻ ഓൺ ആയതുകൊണ്ട് തന്നെ ഇഗ്നൈറ്റേഴ്സ്, ഫ്യൂൽ പമ്പ് കാര്യങ്ങളൊക്കെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് വാഹനം സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് എ സി ഓഫ് ചെയ്യണമെന്ന് ചോദിച്ചാൽ എ സി ഓഫ് ചെയ്യേണ്ട കാര്യമില്ല. പക്ഷേ ബ്ലോവർ ഓഫ് ചെയ്യുന്നത് നല്ലതായിരിക്കും എന്ന് ഞാൻ സജസ്റ്റ് ചെയ്യും. അതിൻ്റെ കാരണമാണ് ഞാനിപ്പോൾ വളരെ വ്യക്തമായിട്ട് പറഞ്ഞത്. ഇനി നിങ്ങളുടെ അഭിപ്രായം കൂടി ജസ്റ്റ് ഒന്ന് കമൻറ്റിൽ രേഖപ്പെടുത്തുക.